നമുക്കൊപ്പം കരുത്തായി നിൽക്കുന്ന നമ്മുടെ റിപ്പോർട്ടർമാർ നമുക്കൊപ്പം ചേരുകയാണ്. നമുക്ക് റിപ്പോർട്ടർമാരെ ഒന്ന് കണ്ടുവരാം, എല്ലാവരെയും നമുക്കൊന്ന് വിഷ് ചെയ്തിട്ട് വരാം അല്ലേ? ആദ്യഘട്ടത്തിൽ ഇതിനകം തന്നെ പ്രേക്ഷകരുടെ തന്നെ താരങ്ങളായി മാറിയ റിപ്പോർട്ടർമാരുണ്ട്, പ്രേക്ഷകർ തന്നെ പേരെടുത്ത് വിളിക്കുന്ന റിപ്പോർട്ടർമാരുണ്ട്. നമ്മൾക്കൊപ്പം ചേരുന്നത് ആ സൈന്യം ഇതാണ്. റിപ്പോർട്ടറിൻ്റെ കരുത്തായി, റിപ്പോർട്ടറിൻ്റെ വാർത്താ ശേഖരണത്തിനായി വിവിധ ഇടങ്ങളിൽ, കേരളത്തിൻ്റെയും ഡൽഹിയുടെയും ഒക്കെ വിവിധ ഇടങ്ങളിൽ നമുക്കൊപ്പം സദാ പ്രേക്ഷകർക്കൊപ്പം ചേരുന്നവർ: ദീപക് മലയമ്മ, ജെയ്സൺ ചാമവളപ്പിൽ, പ്രവീൺ പുരുഷോത്തമൻ, ദിലീപ് ദേവസ്യ, VS രഞ്ജിത്ത്, മുബഷിർ പി അക്ബർ, TV പ്രസാദ്, അലി അക്ബർ ഷാ, ഒപ്പം ഇക്ബാൽ അറയ്ക്കൽ, അല്ലമീൻ. ആദ്യഘട്ടത്തിൽ ഇവരാണ് നമുക്കൊപ്പം ചേരുന്നത്. എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ്. സ്ക്രീനിൽ എല്ലാവരും രാവിലെ മുതൽ 6 മണിക്ക് തന്നെ ലൈനപ്പ് ആയിട്ടുണ്ട് എന്നതാണ്. പ്രേക്ഷകർക്കൊപ്പം ഇവരെടുക്കുന്ന റിസ്ക് ചെറുതല്ല, ഇവരുടെ അനുഭവങ്ങളും ചെറുതായിരിക്കില്ല. നമുക്ക് ആദ്യം ദീപക് മലയമ്മയിലേക്ക് പോയി തുടങ്ങാമെന്ന് തോന്നുന്നു. ദീപക് മലയമ്മ, വെരി വെരി ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി വിഷസ്. വെരി ഗുഡ് മോർണിംഗ്, താങ്ക് യു. എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. ഓക്കെ, ദീപക് നമ്മുടെ ഈ നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ 1 വർഷം പൂർത്തിയാവുകയാണ്. ഇതിൻ്റെ പ്ലാനിങ്ങിലടക്കം ദീപക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ദീപകിനെ പ്രേക്ഷകർക്കെല്ലാം ഇഷ്ടം. ദീപക് അത്ര കൂളായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ഈ 1 വർഷത്തെ എക്സ്പീരിയൻസിനിടയിൽ ദീപക് മനസ്സുലയ്ക്കുകയോ സന്തോഷം തരികയോ ചെയ്ത എന്തെങ്കിലും ചെറിയ മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അതൊന്ന് പ്രേക്ഷകരോടൊന്ന് പറയും. അരുൺകുമാർ, മനസ്സുലയ്ക്കുന്നതും സന്തോഷം തരുന്നതുമായ ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട്. അതിലേത് പറയണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നമായിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ കഴിഞ്ഞ ഓണത്തിൻ്റെയൊക്കെ പരിപാടിയൊക്കെ ക്രമീകരിക്കുക, എല്ലാവരും കൊച്ചിയിലേക്ക് വരാനൊക്കെ ഇരിക്കുന്ന സമയത്താണ് വയനാട്ടിൽ വലിയൊരു ജീപ്പ് അപകടം ഉണ്ടാകുന്നതും 9 പേരുടെ ജീവൻ അതിൽ പൊലിയുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സന്തോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ദുഃഖാർദ്രമായ സാഹചര്യത്തിലേക്ക് വാർത്തകൾ ചെയ്യാൻ പോകേണ്ടി വരുന്ന ഒരു അവസ്ഥ, അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചകൾ, ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെ നഷ്ടപ്പെടുന്ന ആളുകൾ, അവരുടെ വേദനകൾ, ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകാറുണ്ട്. അതേസമയം തന്നെ പല വാർത്തകളും നമുക്ക് സന്തോഷം നൽകാറുണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ ഇടപെടൽ ഏതൊക്കെ തരത്തിൽ അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നാളം അല്ലെങ്കിൽ ഒരു തിരുനാളം തെളിക്കുന്നുണ്ടോ, അത് നമുക്ക് വലിയ തരത്തിൽ സന്തോഷം നൽകാറുണ്ട്. പല വാർത്തകളും അത്തരത്തിൽ സന്തോഷം നൽകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ആളാണ് ഞാൻ. ദുഃഖാർദ്രമായ വാർത്തകൾ താരതമ്യേന ഉണ്ടാകരുതേ എന്ന് ആഗ്രഹിക്കുകയും ഇനി ഉണ്ടായാൽ പോലും അത് ഏറ്റവും കരുതലോടെ കൂടി മാത്രം കൈകാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, ദീപക്, ഒരു ആഗ്രഹം ദീപകിനുണ്ടായിരുന്നു, നമ്മുടെ ചാനൽ നന്നായിട്ട് വളരണം എന്നതിനോടൊപ്പം ദീപകിൻ്റെ കൂടെ ഒരാൾ കൂടി ഉണ്ടാവുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. 1 വർഷമായി, അടുത്ത വർഷം ആകുമ്പോഴേക്കും ദീപകിൻ്റെ ഒപ്പം ഒരാൾ കൂടി ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. വൃത്തിയായിട്ട് ഈവന്റ് അതൊരു വല്ലാത്ത ചോദ്യമാണ്. ഓക്കെ, ആണെങ്കിലും ദീപക്കാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതെ അതെ, അതൊരു ഏത് കളർഫുൾ ഇവന്റ് വരുമ്പോഴും ദീപകിനെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. അടുത്ത ജെയ്സൺ ചാമവളപ്പിലാണ്, തൃശ്ശൂരിൻ്റെ ജെയ്സൺ ചാമവളപ്പിൽ. തൃശ്ശൂരിൽ ഇപ്പോൾ നമ്മൾ റിപ്പോർട്ടിൽ തന്നെയല്ല, നേരത്തെ തന്നെ തൃശ്ശൂരിൻ്റെ സ്വന്തമാണ് ജെയ്സൺ. തൃശ്ശൂർ സ്ലാങ്ങിൽ തന്നെയാണ് അദ്ദേഹം കാര്യങ്ങൾ നമ്മളെ അറിയിക്കുകയും ചെയ്യുന്നത്. ജെയ്സൺ വർഷങ്ങളായി തൃശ്ശൂരിൻ്റെ റിപ്പോർട്ടറാണ്. ജെയ്സൺ സ്വന്തം നാടാണ്. ഇപ്പോൾ വിവിധ സ്ഥാപനങ്ങളിൽ പണിയെടുത്ത ശേഷമാണല്ലോ ഇപ്പോൾ ജെയ്സണും റിപ്പോർട്ടിൻ്റെ ഭാഗമാകുന്നത്, ഞങ്ങളെപ്പോലെ തന്നെ. അപ്പോൾ ഇവിടേക്ക് വന്നപ്പോൾ ഉള്ള ആ ഒരു വ്യത്യാസം എങ്ങനെയാണ് അനുഭവപ്പെട്ടത്? ജെയ്സൺ എങ്ങനെയാണ് അതിനെ വിശദീകരിക്കാനാവുന്നത്? തീർച്ചയായും ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും വാർഷിക ആശംസകൾ. തികച്ചും വ്യത്യസ്തമായ ഒരു തൊഴിലെന്നതിനുപരി ഒരു പാഷനാവണം, അതോടൊപ്പം തന്നെ വേഗത, ഇതെല്ലാം ഞാൻ പഠിച്ചെടുത്തത് ഒരു പക്ഷേ റിപ്പോർട്ടർ ചാനലായിരിക്കും. മറ്റ് ചാനലുകളിൽ വർക്ക് ചെയ്യുമ്പോൾ നിരവധി സാഹസികമായ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ റിപ്പോർട്ടറിൽ അതിനൊപ്പം തന്നെ വേഗതയാണ് പ്രധാനം. പക്ഷേ എനിക്ക് ഈ റിപ്പോർട്ടറിൽ വന്നതിന് ശേഷം ഉണ്ടായ, നേരത്തെ ദീപകിനോട് ചോദിച്ചിരുന്നല്ലോ, ദുഃഖകരമായ അനുഭവം എന്ന് പറയില്ല. ഇത്രയേറെ സൈബർ ആക്രമണം എനിക്ക് ഉണ്ടായത് ഈ കുറഞ്ഞ നാളുകൾക്ക് ഉള്ളിലാണ്. ഈ ഇലക്ഷൻ സമയത്തൊക്കെയും അതിഭീകരമായ സൈബർ അറ്റാക്കായിരുന്നു. അപ്പോൾ ആദ്യഘട്ടത്തിലേക്ക് നമുക്ക് വലിയൊരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെയും പിന്നെ ഏറ്റവും അവസാനം നമ്മുടെ കുന്നംകുളം തൃശ്ശൂർ റോഡുമായി ബന്ധപ്പെട്ട വാർത്ത വളരെ അഗ്രസീവായിട്ടാണ് നമ്മൾ ചെയ്തത്. മുഖ്യമന്ത്രി തലേ ദിവസം വഴിമാറിപ്പോകുന്നു. ആ മുഖ്യമന്ത്രിയെ ഈ വഴിയിലൂടെ വരണമെന്ന് നമ്മൾ നമ്മൾ ക്ഷണിക്കുകയാണ് ചെയ്തത്. പക്ഷേ അതിനെതിരെ ഭയങ്കരമായ ആക്രമണം ഉണ്ടാകുന്നു. അതിന് മുമ്പ് ഇലക്ഷൻ്റെ സമയത്ത് വലിയൊരു സൈബർ അറ്റാക്ക് വന്നു. ആദ്യഘട്ടത്തിലൊക്കെ ഞാൻ ഈ കാണുന്ന വീഡിയോകളെ കാണാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി ഇത് കാണരുത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കാണാതിരുന്നാൽ നമുക്ക് ശാന്തതയാണ്. അത്തരത്തിൽ ഏറ്റവും അധികം സൈബർ അറ്റാക്ക് നേരിട്ട ഞാൻ റിപ്പോർട്ടർ
ജെയ്സൺ അത് സ്വാഭാവികമായിരുന്നു. കാരണം എന്താ വെച്ചാൽ കേരളത്തില് തൃശ്ശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപി ജയിക്കും എന്ന് റിപ്പോർട്ട് ചെയ്ത ഏക റിപ്പോർട്ടർ ജെയ്സണാണ്. തൃശ്ശൂർ എടുക്കുന്നത് നമ്മുടെ കൂട്ടത്തിൽ സുജയ പാർവതിയും പറഞ്ഞിരുന്നു. അങ്ങനെ രണ്ട് പേരാണ് സുരേഷ് ഗോപി വിജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് ആ അഫിലിയേഷൻ്റെ ഇപ്പം എന്താ പറയുക, മറ്റ് ജനം TV പോലൊരു ചാനൽ വേണമെങ്കിൽ അങ്ങനെ അവകാശപ്പെടാം. പക്ഷേ അങ്ങനെ അല്ലാതെ കേരളത്തിൽ ഇങ്ങനൊരു സംഭവം ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമല്ലേ ആ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ വലിയ തോതിൽ നേരിടും. അത് തന്നെയായിരുന്നു അതിൻ്റെ ഘടകം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലേ ജെയ്സൺ? തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്ക് എല്ലാം തുറന്നു പറയേണ്ട, എനിക്ക് 25 ലക്ഷം രൂപ സുരേഷ് ഗോപി തന്നു എന്നാണ് ഒരു വിഭാഗം, ഒരു സൈബർ വിങ്ങുകളൊക്കെ പ്രചരിപ്പിച്ചത്. ഞങ്ങൾ സുരേഷ് ഗോപി ഒരു തവണ ഇപ്പോൾ കണ്ടപ്പോൾ ചോദിച്ചു, ആ 25 ലക്ഷം രൂപ തന്നു എന്ന് പറയുന്നുണ്ട്, അത് എവിടെയാണെന്ന് പറഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. കാരണം മനുഷ്യന് പൈസ ആവശ്യമാണല്ലോ. ഞാൻ പറഞ്ഞൊരു ഒരു തമാശ രൂപത്തിൽ പറയണം, അത്രയേറെ അതിരൂക്ഷമായ രീതിയിൽ അറ്റാക്ക് നേരിട്ടിട്ടുണ്ട്. പക്ഷേ ആ സമയത്തെ വീഡിയോകളൊന്നും ഞാൻ കാണാറില്ല. പിന്നീട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് പതുക്കെ ഇത് കാണുന്നപ്പോൾ അതിൻ്റെ ഒരു രസമുണ്ട്. അപ്പോൾ ഞാനിത് പറയുന്നത് ഇനിയും അറ്റാക്കിന് വരുന്നവരോട് പറയാനുള്ള ഒരു കാര്യം, ഞാൻ ഇതൊന്നും തൽക്കാലം കാണാൻ ഉദ്ദേശിക്കുന്നില്ല. പണിയാണ് നമ്മുടെ പ്രധാന ആയുധം, പണിയാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ തൊഴിലെടുക്കുക പരമാവധി. ജെയ്സൺ, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല പ്രേക്ഷകർക്ക് അറിയാത്തൊരു കാര്യം കൂടി നമ്മൾ പറയാം. ജെയ്സൺ ചാമോളപ്പിലെ പോലെ ഒരാളെ 25 ലക്ഷം രൂപ കൊടുത്ത് വിലക്കെടുക്കാമെന്ന് ആരെങ്കിലും കരുതിയാൽ അവർ മണ്ടന്മാരാവുമെന്നല്ലാതെ നമുക്ക് എന്താ പറയാനുള്ളത്? ജെയ്സന് ജീവിക്കാൻ വളരെ കുറച്ച് രൂപ മാത്രം മതി. അത് ഈ ചാനൽ കൊടുക്കുന്നുണ്ട്. അതിൽ ജെയ്സൺ വളരെ ഹാപ്പിയുമാണ്. മാത്രമല്ല ജെയ്സൺ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ജെയ്സൺ അത്യാവശ്യം യാത്രകളൊക്കെ ചെയ്യണം. ജെയ്സന് വളരെ കുറച്ചേ കൊടുക്കുന്നുള്ളൂ. അല്ല, അങ്ങനെയില്ല കേട്ടോ, അങ്ങനെ കരുതുക വേണ്ട. ജെയ്സന് മതിയാവുന്നിടത്തോളം കൊടുക്കുന്നുണ്ട്. ജെയ്സൺ ആവശ്യപ്പെട്ടതനുസരിച്ച് കൊടുക്കുന്നുണ്ട്. അതിനപ്പുറം ജെയ്സൺ ആവശ്യവുമില്ല. ജെയ്സൺ ഒരു ഒറ്റത്തടിയായിട്ട് ജീവിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിന് യാത്രകൾ ചെയ്യണം. അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കൗതുകകരമായിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് ജെയ്സനെ 4 ലക്ഷം രൂപ കൊടുത്ത് ഞങ്ങളുടെ റിപ്പോർട്ടർ നെറ്റ്വർക്കിലുള്ള ഒരു റിപ്പോർട്ടറെയും നിങ്ങൾക്ക് പൈസ കൊടുത്ത് വിലക്കെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് ജെയ്സന്റെ കാര്യത്തിലാണെങ്കിലും നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ആർമിയുടെ കാര്യത്തിലാണെങ്കിലും ശരി, അവരൊക്കെ ആ പണി നല്ല വൃത്തിയായിട്ട് വെടുപ്പായിട്ട് എടുക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് പ്രേക്ഷകരൊക്കെ നിങ്ങളുടെ ജോലി ചിലരെങ്കിലും ചെയ്തോളൂ. അതൊന്നും നെവർ മൈൻഡ്സ്. അങ്ങനെയൊക്കെ മൈൻഡ് ചെയ്തേക്ക് നമ്മൾ ഈ 14 വർഷങ്ങളിലേക്ക് നമ്മൾ എത്തില്ല. ഈ ഒരു വർഷം നമ്മൾ പിടിച്ചു നിൽക്കില്ലായിരുന്നു. പ്രവീൺ പുരുഷൻ.